പ്ലസ് ടു ഇംഗ്ലീഷിൽ നമുക്ക് ടോട്ടൽ 16 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് 4 ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം ആണ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് വുമണിനെയാണ്, അതായത് സ്ത്രീകൾ എന്ന് പറയുന്ന ആ ഒരു വിഷയമാണ് ഇതിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൽ ഫസ്റ്റ് നമുക്കൊരു സ്പീച്ച് പഠിക്കാനുണ്ട്, അതുപോലെ ഒരു പോയം, ഒരു സ്റ്റോറി, അതുപോലെ ഒരു അനക്ഡോട്ട്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യമുള്ള സ്പീച്ച് എന്ന് പറയുന്നത് ദ 3 L's ഓഫ് എംപവർമെൻ്റ് ആണ്. എന്താണ് ദ 3 L's ഓഫ് എംപവർമെൻറ്റ്? എംപവർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശാക്തീകരണം, അല്ലേ? അപ്പോൾ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം നമുക്ക് സ്ത്രീകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൻ്റെ, ഇല്ലെങ്കിൽ സ്ത്രീകൾ ഇപ്പോൾ 2021 അപ്പോൾ നമുക്കിനിയും പുരുഷന്മാരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയല്ല. സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും അധ്വാനിച്ചാലേ, ഇല്ലെങ്കിൽ രണ്ടുപേർക്കും വിദ്യാഭ്യാസം കിട്ടിയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സോഷ്യൽ റിഫോംസ് ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ ഒരു വീട്ടിൽ ഒരു പുരുഷൻ മാത്രമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം അവരുടെ വരുമാനം നിന്നുപോയാൽ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് സ്ത്രീയും കൂടി ആവശ്യമാണ്. അപ്പം ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മളെല്ലാവരും മാറേണ്ട കാലമായി എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് ഈ ഒരു യൂണിറ്റ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്താണ്? എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ജോലി, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്രിസ്റ്റ്യൻ ലഗാർഡയുടെ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്നുള്ള സ്പീച്ച് നമ്മളോട് പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. അതായത് സ്ത്രീകൾ സമൂഹത്തിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിനു മുമ്പ് നമുക്ക് ക്രിസ്റ്റ്യൻ ലഗാർഡെ ആരാണെന്ന് നോക്കാം. ക്രിസ്റ്റ്യൻ ലഗാർഡെ പാരീസിലാണ് ഇവർ ജനിച്ചത് 1956 ജാനുവരി 1. ഹു ഇസ് ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് G8 എക്കണോമി ആൻഡ് ദ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അപ്പോൾ IMF എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള എന്താണ് പണവുമായി ബന്ധപ്പെട്ട മേഖല കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ G8 കൺട്രീസിൻ്റെ എക്കണോമിയിൽ ആദ്യത്തെ ഫിനാൻസ് മിനിസ്റ്ററാണ്, ഒരു വുമൺ, ഫസ്റ്റ് വുമൺ ആണ് ഒരു ഫിനാൻസ് മിനിസ്റ്റർ, ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ആദ്യത്തെ സ്ത്രീയാണ് ഇവർ. ഓക്കെ, അപ്പോൾ IMFൻ്റെ ഒക്കെ ഹെഡായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ലേഡിയാണ്. മാത്രമല്ല എന്താണ്, ഷീ കോൾസ് ഫോർ ഓപ്പണിംഗ് ദ ഡോർസ് ടു ദ വുമൻസ് ലേണിംഗ് ലേബർ ആൻഡ് ലീഡർഷിപ്പ് ഇൻ ദ എക്കണോമിക് ഫീൽഡ്. അതായത് സ്ത്രീകൾക്ക് ജോലി നേടേണ്ടതിൻ്റെയും പഠിക്കേണ്ടതിൻ്റെയും ലീഡർഷിപ്പിലേക്ക് വരേണ്ടതിനെയും കുറിച്ചാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ സ്പീച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ സ്പീച്ച് എപ്പോൾ നടന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് വാഷിങ്ടൺ DC ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ വെച്ച് അവർ 2014 മെയ്യിൽ സംസാരിക്കുന്ന ഒരു സ്പീച്ചാണിത്. ഓക്കെ, നമുക്ക് സ്പീച്ചിലേക്ക് പോവാം. തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കൈൻഡഡ് സ്പിരിറ്റ്സ്. The 21st century poses many challenges that require new ways of thinking, none more important than the economic role of women in rapidly changing world. But women today remain blocked from the contributing to their true potential. This has a huge cost. In some countries, per capita income lags significantly because the women are denied equal opportunity. They represent half the world's population but contribute far less than 50% of economic activity. What is needed to change the picture is a concerted effort to open the door to opportunity with what I call the 3 L's of women's empowerment: learning, labor and leadership. ആദ്യം അവർ ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറഞ്ഞ് ഒരു ആഫ്റ്റർനൂണിലാണ് സ്പീച്ച് നടക്കുന്നത് നമുക്ക് മനസ്സിലായി. എന്നിട്ട് എന്ത് ചെയ്തു? ഇറ്റ് ഗ്രേറ്റ് ടു ബി എമംഗ് ദ ഫ്രണ്ട്സ്, നിങ്ങളിൽ ഒരാളായി ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നതിലുള്ള ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ് അവർ പറയാണ്. എന്നിട്ട് 21st സെഞ്ചുറിയിൽ നേരിടുന്ന ചാലഞ്ചസിനെ കുറിച്ച് പറയാണ്. അതായത് 21ാം നൂറ്റാണ്ടിൽ ഒരുപാട് ചാലഞ്ചസ് ആണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് എന്താവാം? സാമ്പത്തികപരമായിട്ടുള്ള സ്ത്രീകളുടെ റോളിനെ കുറിച്ചാവാം. എക്കണോമിക് റോൾ ഓഫ് വുമൺ ഇൻ ചേഞ്ചിങ് വേൾഡ്, അതിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അതായത് സമൂഹത്തിൽ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ സ്ത്രീയുടെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു റോളുണ്ട്, അല്ലേ? ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു വലിയ റോള് തന്നെ എന്തുണ്ട്? സ്ത്രീകൾക്കുണ്ട്. സോ ബട്ട് ദ വുമൺ ടുഡേ റിമെയിൻ ബ്ലോക്ക്ഡ്
ഫ്രം കോൺട്രിബ്യൂട്ടിങ് ദർ ട്രൂ പൊട്ടൻഷ്യൽ. പക്ഷേ എന്താ സംഭവിക്കുന്നത്? സ്ത്രീകൾ ഇപ്പോഴും ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, തടയപ്പെട്ടിരിക്കുകയാണ്. എന്തിന്? ടു കോൺട്രിബ്യൂട്ട് ദർ ട്രൂ പൊട്ടൻഷ്യൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ സമൂഹത്തിലുള്ള സ്ത്രീകളെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ടാലൻറ്റുമായിട്ടാണ് ഓരോരുത്തരും ജനിക്കുന്നത്. ഓരോരുത്തരും അതിനനുസരിച്ച് മുകളിലോട്ട് പോകുന്നു. പക്ഷേ ഒരു ലെവലിലെത്തുമ്പോൾ നമ്മളെന്താണ്, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും മാറ്റിവെച്ച് നമ്മൾ എവിടെയോ ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു വിവാഹമാവാം, ഇല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളാവാം, പലതുമാവാം. പല കാരണങ്ങളും കൊണ്ട് സ്ത്രീകളുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ, അവരുടെ കഴിവ്, യഥാർത്ഥമായിട്ടുള്ള ആ കഴിവ് പുറത്തു വരാണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. ഇതാണ് ഇവർ പറയുന്നത്. ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. ഇതിനെന്താണ്, വലിയൊരു വില നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം എന്താണ്, 21-ാം നൂറ്റാണ്ടായി അല്ലേ? ഇപ്പോഴും സ്ത്രീകൾ ഇങ്ങനെ വീട്ടിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ, അവരുടെ ടാലന്റ് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് സമൂഹത്തിൽ വലിയൊരു കോസ്റ്റ്, വലിയൊരു വിലമതിക്കുന്ന കാര്യം തന്നെയാണ്. In some countries, per capita income lags significantly because women are denied equal opportunity. എന്താ പറയുന്നത്? അതായത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ടോട്ടൽ, ഒരു വർഷത്തിൽ ടോട്ടൽ ഇൻകം എത്രയാണോ ആ ഒരളവാണ്. അതായത് ഓരോ ദിവസം കഴിയും തോറും ചില രാജ്യങ്ങളിൽ ഇത് കുറഞ്ഞുകൊണ്ട് വരികയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ബിക്കോസ് വുമൺ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. കാരണം ഇപ്പോൾ സ്ത്രീകളുണ്ടെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ അവരെന്ത് ചെയ്യണം, തടയപ്പെടുകയാണ്. അപ്പം എന്താവും, അവിടെ വരുമാനം കുറയും. ഓക്കെ, അപ്പം എന്താണ്, അവിടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല, അവസരങ്ങൾ കിട്ടുന്നില്ല. അതുകൊണ്ട് എന്താണ്, അവർ പുറകോട്ട് പോവാണ്. ഡിനൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. They represent half the world's population but contribute far less than 50% of economic activity. ലോകത്തിൽ നമ്മൾ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 50%, ഇപ്പം 100 ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ 50 സ്ത്രീ 50 പുരുഷന്മാരുമാണ്. അങ്ങനെ നോക്കുമ്പോൾ നേരെ പകുതിയാണ്. പക്ഷെ അവർ കൊണ്ടുവരുന്ന വരുമാനം, സ്ത്രീകൾ കൊണ്ടുവരുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ നമ്മൾ ഇപ്പോൾ 100 പേരുടെ വരുമാനം 1000 രൂപയാണെങ്കിൽ അതിൽ 900 രൂപയും കൊണ്ടുവരുന്നത് പുരുഷനും ബാക്കി 100 രൂപ കൊണ്ടുവരുന്നത് സ്ത്രീയായിരിക്കും. പക്ഷെ പോപ്പുലേഷൻ സെയിം ആണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾക്ക് മുന്നിലൊരു ചോദ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. സോ what is needed to change this picture is a concerted effort to open the door to opportunity, what I call the 3 L's of women's empowerment: learning, labor and leadership. അപ്പോൾ അവർ പറയാണ് ഇത് നമുക്ക് എങ്ങനെ നേരിടാം. അതായത് ടോട്ടൽ പോപ്പുലേഷൻ്റെ പകുതി തന്നെ സ്ത്രീകളുണ്ട്, പക്ഷെ സ്ത്രീകൾക്ക് അത്രത്തോട്ടും വരുമാനം കിട്ടുന്നില്ല. അപ്പം ഇതെങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും? ഇത് മാറ്റണമെങ്കിൽ അതിനാണ് ഞാൻ 3 Lകൾ ഇവിടെ പറയുന്നത്. 3 L's, എല്ലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 വാക്കുകൾ ഇവർ നമ്മളോട് പറയാണ്. സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ക്രിസ്റ്റ്യൻ ലഗാർഡ് മുന്നോട്ട് വെക്കുന്ന 3 L's ആണ് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്ത്രീകളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് പറയുന്നത്. ഇനിയുള്ള പാരഗ്രാഫിൽ നമ്മൾ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് ആണ് പഠിക്കുന്നത്. എന്താണ് ലേണിംഗ് കൊണ്ട് ക്രിസ്റ്റ്യൻ ലഗാർഡ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ലേബർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പം നെക്സ്റ്റ് പാരഗ്രാഫ്, ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്, എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഇസ് ബിൽഡ്. Learning helps women to help themselves and break the shackles of exclusion. Now here is this more essential than in the developing world. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ ലേണിങ്ങിനെ കുറിച്ച് പറയാം. ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ ഈസ് ദി ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഇസ് ബിൽഡ്. എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസമാണ് മാറ്റത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അതായത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിത്തറ. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് ദി ഫൗണ്ടേഷൻ ഫോർ ദി ചേഞ്ച്. എന്ത് മാറ്റം ഉണ്ടാക്കണമെങ്കിലും നമ്മൾ എന്ത് വേണം? എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ലേണിംഗ് ഹെൽപ്സ് വുമൺ ടു ഹെൽപ്പ് ദെംസെൽസ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. അപ്പോൾ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ എന്താവും? സ്ത്രീകൾക്ക് സ്വയം
അവരെ സഹായിക്കാൻ പറ്റും. ഒപ്പം തന്നെ എന്താണ്, ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ, നമ്മളെ ഒഴിച്ചു നിർത്തുക, സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് ഇല്ലാതാക്കാൻ, അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എഡ്യൂക്കേഷൻ വഴി സാധിക്കും എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ചെയ്യാൻ പറ്റുക? ഒന്നെന്ന് പറയുന്നത്, നമുക്ക് എഡ്യൂക്കേഷൻ കൊണ്ട് സെൽഫ് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നമ്മളെ തന്നെ നമുക്ക് സഹായിക്കാൻ പറ്റും. അതുപോലെ തന്നെ ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. Now here is this more essential than in the developing world. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഡെവലപ്പിംഗ് വേൾഡിൽ, വികസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലോകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീകളെ പഠിപ്പിക്കുക എന്നുള്ളത്. അത് വലിയൊരു മാറ്റം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് അവരിവിടെ ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ല്, എഡാഷ് എന്ന് പറയുന്നത് അതാണ്, ആഫ്രിക്കൻ എഡാഷ് പറയാണ്. എന്താണ് അതിൽ പറയുന്നത്? ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, നിങ്ങളൊരു ആൺകുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ, യു ട്രെയിൻ എ മാൻ, നിങ്ങളൊരു പുരുഷനെ ഉണ്ടാക്കുന്നു, നിങ്ങളൊരു പുരുഷൻ എങ്ങനെ ആയിരിക്കണം എന്ന് ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, യു ട്രെയിൻ എ മാൻ. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, യു ട്രെയിൻ എ വില്ലേജ്. എന്താണ്, നിങ്ങളൊരു പെൺകുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ എന്താണ്, നിങ്ങളൊരു സമൂഹത്തെയാണ് പഠിപ്പിക്കുന്നത്, ട്രെയിൻ ചെയ്യുന്നത്, ഒരു വില്ലേജിനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കാരണം ഒരു സ്ത്രീ എന്ന് പറയുന്നത്, ഒരു ഗേൾ എന്ന് പറയുന്നത് എപ്പോഴും കുടുംബവും സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ്, അല്ലേ? ഇപ്പോൾ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു പാരന്റ് ഉണ്ടെങ്കിൽ എന്താവും, അവരുടെ കുട്ടികൾക്കും നല്ല എഡ്യൂക്കേഷൻ കിട്ടും, അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലേ? സമൂഹത്തിൽ എല്ലാവരും സ്നേഹിക്കേണ്ടതും എല്ലാവരും റെസ്പെക്ട് ചെയ്യേണ്ടതും എല്ലാവരും പഠിക്കേണ്ടതിൻ്റെയും ആവശ്യകത ആ സ്ത്രീ പറഞ്ഞു കൊടുക്കും, അല്ലേ? അതുപോലെ അവളെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പറ്റും. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയിലേക്ക് ഈ അറിവ് നൽകുന്നു, ആ സ്ത്രീ മറ്റൊരു സ്ത്രീയിലേക്ക് കൊടുക്കുന്നു. ഇതിങ്ങനെ ഒരു ചെയിനായിട്ട് പ്രവർത്തിക്കും. സോ നമ്മളൊരു സമൂഹത്തിൽ ഒരു അമ്മ എന്ന് പറയുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ എന്ന് പറയുമ്പോൾ എത്ര സ്ഥാനമുണ്ട്, നമ്മൾ അമ്മ പറയുന്നതൊക്കെ കേൾക്കാറുണ്ട്. അമ്മ പറയുന്നതാണ് നമുക്ക് എന്ത് വേദവാക്യം എന്ന് പറയുന്നത്. സോ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, യു ട്രെയിൻ എ വില്ലേജ്. ഒരു സമൂഹത്തെ തന്നെ പഠിപ്പിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. If learning is just the first step, labor is the second. Labor facilitates the women to flourish and achieve their true potential, but at present, when women participate in the workforce, they too often tend to get stuck in the low-paying, low-status and low-security jobs. Globally, women earn only 3/4 as much as men, even with the same level of education and in the same occupation. Surely, one of our most basic norms should be equal pay for equal work. Recent researchers show that the eliminating gender gaps in the economic participation can bring an increase in per capita income. എന്താ ഇവിടെ പറയുന്നത്? അതായത് ഇഫ് ലേണിംഗ് ഇസ് ജസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആദ്യത്തെ ചവിട്ടുപടിയാണെങ്കിൽ, രണ്ടാമത്തേതെന്ന് പറയുന്നത് ലേബറാണ്. ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിൽ. ആദ്യം എഡ്യൂക്കേഷൻ, രണ്ടാമത്തത് തൊഴിൽ, സെക്കൻഡ് എൽ. ഓക്കെ, ലേബർ. ലേബർ ഫെസിലിറ്റേറ്റ്സ് വുമൺ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. ഇപ്പം നിങ്ങൾ പഠിക്കുകയാണ്, അല്ലേ? നിങ്ങൾ പഠിക്കുമ്പോൾ എന്താണ്? നിങ്ങൾ സ്വയം ഫ്ലറിഷ് ചെയ്യാണ്, നിങ്ങൾ കൂടുതൽ നന്നാവുകയാണ്. അതുവഴി എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾക്കൊരു ജോലി കിട്ടിയെന്ന് വിചാരിക്കാം, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യും? നിങ്ങൾക്കതിൽ കൂടുതൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ അതെന്ത് ചെയ്യാണ്? നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാണ്, നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെന്ന വ്യക്തിയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അത് സഹായിക്കും. At present, when women participate in the workforce, they too often tend to get stuck in low-paying, low-status, low-security jobs. നോക്കൂ, ഇനി അതിൻ്റെ ഇപ്പോൾ ലേബർ സ്ത്രീക്ക് കിട്ടിയെന്ന് വിചാരിക്കാം, അവരുടെ ട്രൂ പൊട്ടൻഷ്യലൊക്കെ പുറത്തു കൊണ്ടുവന്നു എന്ന് വിചാരിക്കാം. പക്ഷേ ഇവിടെ എല്ലാത്തിനും ഒരു പക്ഷേ പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. ബട്ട് അറ്റ് പ്രസന്റ്, പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന എന്താണ്? സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷെ എന്താണ്? അവർക്ക് അതേ സ്ഥാപനത്തിലുള്ള പുരുഷനേക്കാളും ചെറിയ ശമ്പളമാണ് കിട്ടുക. ഇപ്പം 100 രൂപയാണ് പുരുഷന് കിട്ടുന്നതെങ്കിൽ 50 രൂപയാണ് സ്ത്രീ കിട്ടുക. ചിലപ്പോൾ അവരെക്കാളും, ആ പുരുഷനേക്കാളും ഓവർ ഇവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ലോ പേയിങ് ആണ്, അതുപോലെ ലോ സ്റ്റാറ്റസ് ആണ്. സ്ത്രീകൾ ജോലിക്ക് പോയി കഴിഞ്ഞാലും സമൂഹത്തിൽ പറയും, ഓ അവൾ ജോലിക്ക് പോയിട്ട് എന്താക്കാനാ. സോ സ്റ്റേറ്റസ്, അതായത് അവരുടെ ആ ഒരു സമൂഹത്തിലെ നിലവാരം അതും
കുറവാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ലോ സെക്യൂരിറ്റി ജോബ്സ്. അപ്പോൾ ഇന്ന് പല ജോലി സ്ഥലങ്ങളിലും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലേ? പലതരത്തിലുള്ള വയലേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. അപ്പൊ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ രാത്രി 8 മണി വരെയൊക്കെ ഒരു സ്ത്രീക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ല. വീട് വിട്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെയൊക്കെ സ്ത്രീകൾക്ക് ലോ സെക്യൂരിറ്റിയും കൂടി ഉണ്ടാവുന്നുണ്ട്. സ്ത്രീകളിനെ ആഗ്രഹിച്ച് ജോലിക്ക് പോയി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. So globally, women earn only 3/4 as much as men, even with the same level of education and in the same occupation. അപ്പോൾ ലോകത്തിലെടുത്തു കഴിഞ്ഞാൽ, ഗ്ലോബലി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ലോകം മൊത്തമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്ത്രീകൾ ഏൺ ചെയ്യുന്നത് വെറും 1% പുരുഷന് എടുക്കുന്നതിൻ്റെ 1% വരുമാനം മാത്രമാണ് സ്ത്രീകൾക്ക് കിട്ടുന്നത്. മാത്രമല്ല ഇവർക്ക് രണ്ടുപേർക്കും, ഒരു പുരുഷനും സ്ത്രീക്കും സെയിം എഡ്യൂക്കേഷനാണ്, സെയിം ജോബാണെങ്കിലും പുരുഷൻ സമ്പാദിക്കുന്നതിൻ്റെ 1/3 മാത്രമാണ് സ്ത്രീക്ക് സമ്പാദിക്കാൻ പറ്റുന്നതെന്നാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് നമ്മളോട് പറയുന്നത്. ഷുവർലി വൺ ഓഫ് അവർ മോസ്റ്റ് ബേസിക് നോം ഷുഡ് ബി ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. Recently, research showed that eliminating gender gaps in economic participation can bring the increase in per capita income. അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്, ക്രിസ്റ്റ്യൻ ലഗാർഡ് ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു ആശയം എന്ന് പറയുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ളതാണ്. എത്ര ജോലി ചെയ്യുന്നോ അത്ര ശമ്പളം. ഓക്കെ, അതാണ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. എത്ര ജോലി, ഇപ്പോൾ ആണും പെണ്ണും എത്ര ജോലി ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് തന്നെ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് ശമ്പളം കൊടുക്കുക. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ള ആശയം കൂട്ടിച്ചേർക്കാണ് അതിൻ്റെ കൂടെ. റീസെന്റ് റിസർച്ച് ഷോ ദാറ്റ് ദ എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് ഇൻ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ക്യാൻ ബ്രിങ് ആൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. അതായത് ഇപ്പം നമ്മളൊരു തൊഴിൽ എടുത്ത് സ്ത്രീ പുരുഷൻ ഇങ്ങനെ അവരുടെ ജെൻഡർ, അതായത് ആണാണോ പെണ്ണാണോ എന്ന് നോക്കാതെ അവരെ എല്ലാവരെയും ഒരേപോലെ തൊഴിലിൽ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയുണ്ടാവും എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ അവിടെ നീ ഒരു പെണ്ണല്ലേ ആണല്ലേ എന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞ് എല്ലാവരും ജോലി ചെയ്യുന്നതാണ്, എല്ലാവർക്കും ശമ്പളം കിട്ടുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? രാജ്യത്തിന് പുരോഗതി ഉണ്ടാവും, സാമ്പത്തിക പുരോഗതി ഉണ്ടാവും എന്നാണ് പറയുന്നത്. We can undoubtedly promote more opportunity for women in the workplace. It is all about changing laws. For example, by ensuring that the property and inheritance laws do not discriminate against women. എന്താ പറയുന്നത്? We can undoubtedly promote more opportunity for men in the workplace. നമുക്ക് ഒരു സംശയം കൂടാതെ എന്ത് ചെയ്യാൻ പറ്റും? സ്ത്രീകളുടെ ഓപ്പർച്യൂണിറ്റീസ് തൊഴിലിടങ്ങളിൽ കൂട്ടാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്? ഇറ്റ്സ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോസ്. നമ്മൾ നിയമം മാറ്റിയാൽ മതി. നമുക്ക് ഇന്നുള്ള നിയമങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സ്ത്രീകളെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നത്. By ensuring that property and inheritance law do not discriminate against women. എങ്ങനെയാണ്? ഒരേ സമയം എല്ലാവർക്കും ഒരേ തുല്യത കൊടുത്ത് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാണ്ട് നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത്. It also means policies that encourage education and health care. Moreover, we need to provide great access to credit so that women can achieve greater economic independence. So learning and labor are the key factors. അതായത് ഇറ്റ് ഓൾസോ മീൻസ് പോളിസി ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. അപ്പോൾ വെറും നമ്മൾ നിയമങ്ങൾ മാറ്റിയിട്ട് സ്ത്രീകളെ ജോലിക്ക് കൊണ്ടുവന്നാൽ മാത്രം പോരാ, പകരം എന്തും കൂടി ചെയ്യണം? അവരുടെ ഹെൽത്ത് അതുപോലെ എഡ്യൂക്കേഷൻ എൻകറേജ് ചെയ്യാനുള്ള പോളിസീസും ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. വി നീഡ് ടു പ്രൊവൈഡ് ഗ്രേറ്റർ ആക്സസ് ടു ക്രെഡിറ്റ് സോ ദാറ്റ് ദ വുമൺ ക്യാൻ അച്ചീവ് ദെയർ ഗ്രേറ്റർ എക്കണോമിക് ഇൻഡിപെൻഡൻസ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടം. അതായത് സ്ത്രീകൾക്ക് തൻ്റെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ലോണ്, സാമ്പത്തികപരമായിട്ടൊക്കെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉണ്ടാവും, സാമ്പത്തിക സ്വാതന്ത്ര്യം സ്ത്രീക്ക് കിട്ടും. അതുപോലെ തന്നെ ലാസ്റ്റ് പറയാണ്, സോ ലേണിംഗ് ആൻഡ് ലേബർ ആർ ദി കീ ഫാക്ടേഴ്സ്. മനസ്സിലായല്ലോ? അടുത്ത തേർഡ് എല്ലാണ് പറയാൻ പോകുന്നത്. 3 Ls അല്ലേ? അതിൽ ആദ്യത്തത് ലേണിംഗ് പറഞ്ഞു, ലേബർ പറഞ്ഞു. അടുത്തത് എന്താണ്? ലീഡർഷിപ്പ്.
that enables women to rise and fulfill their innate abilities and talents. അതായത് ഓക്കെ കംപ്ലീറ്റ് വായിക്കട്ടെ. Here there is a plenty of room for improvement. The irony is that when women lead, they tend to do as good as the job as good a job as others, if not a better job. They are more likely to make decisions based on the consensus building, inclusion, compassion with a focus on long-term sustainability. It is true that the women sometimes lack the confidence to match their competence, but they need to change the mindset and reset the narrative in the favor. So it is essential that women to ready to dare the difference, to take the risk and steps outside their comfort zones. Nonetheless, even those the drive to success continue to face barriers, whether we are talking about providing primary education for girls in a village or executive positions for a woman in business. ഇപ്പോൾ പറയുകയാണ് എന്താണ് ലീഡർഷിപ്പ് എന്നുള്ള കാര്യം കൂടി ഉണ്ടെങ്കിൽ, അതായത് ലാസ്റ്റത്തെ തേർഡ് എല്ലായിട്ടുള്ള ലീഡർഷിപ്പും കൂടി ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടു റൈസ് ആൻഡ് ഫുൾഫിൽ, അവർക്ക് ഉയർന്നു വന്ന് അവരുടെ ഇന്നേറ്റ് എബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ കുറേ കഴിവുകൾ വരും. ഓക്കെ, അത് നമ്മൾ പിന്നീടാണ് തിരിച്ചറിയുക. അങ്ങനെയുള്ള കഴിവുകളെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് റൈസ് ചെയ്യാനും ഫുൾഫിൽ ചെയ്യാനും അവരുടെ ടാലൻറ്റുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. അതിന് നമുക്കെന്താണ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് മേഖലകളുണ്ട്, അതൊക്കെ ചെയ്യുക. വെൻ വുമൺ ലീഡ് ദേ ടെൻ ടു ഡു ആസ് ഗുഡ് ആസ് ജോബ് അതേഴ്സ്. അതായത് സ്ത്രീകളാണ് മുന്നിൽ നിന്ന് നയിക്കുന്നതെങ്കിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ നന്നായിട്ട് അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഒരു അമ്മ എന്ന് പറയുന്ന വ്യക്തി ഒരു ലേഡിയാണ്. അവർ നമ്മുടെ കുടുംബം എത്ര ഭംഗിയായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? ഒരു ടീച്ചർ എങ്ങനെയാണ് ഒരു സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ക്ലാസ് റൂം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എല്ലാ മേഖലകളിലും സ്ത്രീകൾ അവർക്ക് കൊടുത്ത ജോലികൾ അവർ വളരെ മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. ആസ് എ സ്റ്റുഡൻറ് നിങ്ങളും നിങ്ങളുടെ ഡ്യൂട്ടീസ് ഓരോരുത്തരും എത്ര മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. സോ if it is not a better job, they're more likely to make decisions based on the consensus building, inclusion, compassion with a focus and long-term sustainability. അപ്പോൾ ഇവിടെ പറയുന്നത് സ്ത്രീകൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ എങ്ങനെയാണ് അവർ തീരുമാനം എടുക്കുക? ഇപ്പം നമ്മുടെ വീട്ടിലായാലും ഒരു കാര്യം ചെയ്യുമ്പോൾ സ്ത്രീകൾ എപ്പോഴും തീരുമാനം എടുക്കുക അതിൻ്റെ ഭാവി കൂടി നോക്കിയിട്ടാണ്. അതായത് കുറേ കാലത്തേക്ക് അത് നിലനിൽക്കുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങുമെന്ന് വിചാരിക്കുക, ഇത് എത്ര കാലം നിൽക്കും, ഇതെങ്ങനെയൊക്കെ നമുക്ക് ഭംഗിയായി വെക്കാം, ഇങ്ങനെ ഒരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, ഒരു എന്താണ് എത്ര കാലം നിൽക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക, സ്ത്രീകൾ ചിന്തിക്കുക. മാത്രമല്ല അതിനോടൊരു അറ്റാച്ച്മെൻറ്റ്, ഒരു ഫോക്കസ് അവർക്ക് ഉണ്ടാവും. അതേസമയം ഒരു പുരുഷനാണ് ഒരു കാര്യം തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു മിനിറ്റിലെ കാര്യം മാത്രമായിരിക്കാം അവർ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ സ്ത്രീകളുടെ കയ്യിൽ ലീഡർഷിപ്പ് കിട്ടുകയാണെങ്കിൽ എന്താവും? ഇങ്ങനെ ഒരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റി സ്ത്രീകൾക്ക് ഉറപ്പ് നൽകാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. It is true that the women sometimes lack the confidence to match their competence. അതായത് ചില സമയങ്ങളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ക്രിസ്റ്റ്യൻ ലഗാർഡ് തന്നെ പറയാണ്, ഞാൻ സമ്മതിക്കുകയാണ്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ്, അതായത് സ്ത്രീകളെ സംബന്ധിച്ച് ശരിയായ ഒരു കാര്യം ഞാൻ പറയാം, സത്യമായിട്ടുള്ള ഒരു കാര്യം പറയാം. അതായത് സ്ത്രീകൾ എത്ര കോൺഫിഡൻ്റ് ആണെങ്കിലും ചില സമയത്ത് അവരുടെ കോൺഫിഡൻസ് ഒന്ന് കുറയും. ലാക്ക് ദ കോൺഫിഡൻസ്. എന്തുകൊണ്ടാണ്? ടു മാച്ച് വിത്ത് ദെയർ കോമ്പീറ്റൻസ്. അതായത് അവരുമായിട്ടുള്ള മത്സരങ്ങൾ ചിലപ്പോൾ നമ്മൾ മത്സരിക്കേണ്ടത് വലിയൊരു സമൂഹത്തെ ആയിരിക്കാം. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ആയി പോവാം. അപ്പോൾ എന്ത് ചെയ്യണം? ബട്ട് ദേ നീഡ് ടു ചേഞ്ച് ദ മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ നറേറ്റീവ് ഓഫ് ദെയർ ഫേവർ. എന്താണ്? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചേഞ്ച് ചെയ്യണം, നമ്മുടെ ചിന്താരീതി മാറ്റണം, നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണം. എന്താണ്? നമ്മുടെ നറേറ്റീവ്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ റീസെറ്റ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ദ വുമൺ ബി റെഡി ടു ഡെയർ ദ ഡിഫറൻസ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ്? സ്ത്രീകൾ എപ്പോഴും ആ ഒരു വെല്ലുവിളികളെ നേരിടാൻ, ഡെയർ ദ ഡിഫറൻസ്, ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിനെ ഉൾക്കൊള്ളാൻ നമ്മൾ എന്തായിരിക്കണം? സ്ത്രീകൾ റെഡി ആയിരിക്കണം. എപ്പോഴും നമ്മൾ എനിക്ക് പറ്റില്ല, ഞാൻ പാവമാണ്, എനിക്ക് ഞാൻ ഒരു സ്ത്രീയാണ്, എന്നെ എല്ലാവരും പറയും, ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി നമ്മൾ ആ ഡിഫറൻസ്, ഓക്കെ അവൻ്റെ അത്ര എത്തിയില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. സോ
ടു ടേക്ക് ദ റിസ്ക് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദർ കംഫർട്ട് സോൺ. കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾക്ക് സൗകര്യമുള്ള നമുക്ക് കംഫർട്ടായിട്ടുള്ള സീറ്റുകളിലോ പ്രദേശങ്ങളിലൊക്കെയാണ് നമ്മളിരിക്കുക അല്ലേ. ഇപ്പം നമുക്ക് ഏറ്റവും കംഫർട്ട് നമ്മുടെ വീടായിരിക്കാം, അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സമയമായിരിക്കാം. അപ്പം എപ്പോഴും നമ്മൾ നമുക്ക് സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇഷ്ടപ്പെടുക. അതിൽ നിന്ന് മാറി ടു കം ഔട്ട്സൈഡ് ഓഫ് ഇറ്റ്, എന്താണ് നമ്മളതിൽ നിന്നും പുറത്തു വരിക, എല്ലാത്തിനെയും നേരിടാൻ പഠിക്കുക. ഇപ്പോൾ നമ്മളോട് എന്താണ് നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒന്ന് കേട്ട് നോക്കുക, എന്നിട്ട് അതിന് മറുപടി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം എന്താണ് നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക. കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരുന്നതാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നും കൂടി പറയുന്നു. Nonetheless, even those the drive to succeed continue to face the barriers, whether we are talking about providing primary education for girls in a village or executive position in the women in company business. അപ്പോൾ എവിടെയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഒരു വില്ലേജിലെ ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു കമ്പനിയിലെ എക്സിക്യൂട്ടീവ് പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിലും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ആ ബാരിയേഴ്സിനെ, തടസ്സങ്ങളെ ഫേസ് ചെയ്യാനുള്ള മനസ്സ്, അത് സക്സീഡ് ചെയ്യാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. It is time to create a world where women can meet their true potential without impediment or prejudice, and the world will reap the benefits. The 3 L's will help us get there. ഇപ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ എന്താണ് ആ ഒരു വിശ്വാസം നമ്മളിലേക്ക് എത്തിക്കൊണ്ടാണ് ആ സ്പീച്ച് നിർത്തുന്നത്. എങ്ങനെയാണ്? ഇറ്റ് ഇസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ്. നമുക്കൊരു ഹോപ്പ് തരികയാണ്. എന്താണ് ഇതാണ് സമയം. എന്തിനുള്ള സമയം? ടു ക്രിയേറ്റ് എ വേൾഡ് വെയർ വുമൺ ക്യാൻ മീറ്റ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. അത് സ്ത്രീകളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള എന്താണ് ആ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക? വിത്തൗട്ട് ഇംപെഡിമെന്റ്, തടസ്സങ്ങളില്ലാതെ. ഇംപെഡിമെന്റ് പറഞ്ഞാൽ തടസ്സം. ബാരിയേഴ്സ് ഇല്ലാതെ, പ്രജുഡീസ് ഇല്ലാതെ. പ്രജുഡീസ് എന്ന് പറഞ്ഞാൽ മുൻവിധി. ഞാൻ ഇന്നത് ചെയ്താൽ അങ്ങനെ ആവും എന്നുള്ള ചിന്ത വിട്ട് ഒരു ബെനഫിറ്റ്സ് നോക്കാണ്ട് എല്ലാവരും മുന്നോട്ട് വരിക എന്നാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് ലാസ്റ്റ് പറയുന്നത്. The 3 L's will help us to get there. അപ്പോൾ ഈ 3 L'കൾ, ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് എന്നുള്ള 3 കാര്യങ്ങൾ നമ്മളെ ആ പൊസിഷനിലെത്താൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. ലാസ്റ്റ് നിർത്തുന്നത് എങ്ങനെയാണ്? ഇഫ് യു ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. താങ്ക് യു വെരി മച്ച്. എന്താണ്? നിങ്ങൾ ആ വ്യത്യാസങ്ങളെ നേരിടാൻ പഠിക്കുകയാണെങ്കിൽ ആ വ്യത്യാസങ്ങൾ നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞാണ് സ്പീച്ച് നിർത്തുന്നത്. ഇതാണ് സ്പീച്ച്. ഓക്കെ, താങ്ക് യു.